ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. വിവാഹമായാലും നിക്ഷേപമായാലും സ്വർണം കഴിഞ്ഞേ മറ്റൊരു ഓപ്ഷനുള്ളൂ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. എന്നാൽ ഈ സ്വർണ്ണക്കമ്പം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തളർത്തുന്നു എന്ന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോദി. കേന്ദ്ര സർക്കാരിന്റെ പരാജയത്തിന്റെ തെളിവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രൂക്ഷ വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും സ്വർണം ഒഴിവാക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്? ഇനി വിവാഹത്തിനും സ്വർണം വാങ്ങാനാകില്ലേ? അറിയാം വിശദമായി. സ്വാഗതം ഇണ്ടത്തിലേക്ക്. യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായുള്ള ആഘാതം കുറയ്ക്കുന്നതിനായി വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറണമെന്നും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നുമാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഈ പുതിയ ആശയങ്ങൾ പങ്കുവച്ചത്. ജനങ്ങളുടെ വീടുകളിലും ലോക്കറുകളിലും ഇരിക്കുന്ന സ്വർണം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നേരിട്ട് സംഭാവന നൽകുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വർണത്തിന് പകരം ഡിജിറ്റൽ ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരി വിപണി എന്നിവയിൽ നിക്ഷേപിക്കുന്നത് പരിഗണിക്കണമെന്നാണ് നിർദ്ദേശം. അടുത്ത ഒരു വർഷത്തേക്ക് എന്ത് ചടങ്ങായാലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും അനാവശ്യമായ വിദേശയാത്രകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. സ്വർണം ഇറക്കുമതി ചെയ്യാൻ രാജ്യം വലിയൊരു തുക ചെലവാക്കുന്നുണ്ട്. അതിനാൽ അത്യാവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങൾക്കായി പണം ചെലവാക്കുന്നത് ജനങ്ങൾ കുറയ്ക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം ഇന്ധനത്തിന് ക്ഷാമം അനുഭവപ്പെടുകയും ഇത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ ബാധിക്കുകയും രൂപയുടെ മൂല്യം കുറയ്ക്കുകയും ചെയ്തുവെന്നാണ് വിശദീകരണം. എണ്ണ കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി പുറം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നത് സ്വർണമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ ഈ അഭ്യർത്ഥന ജനങ്ങൾ എത്രത്തോളം ഗൗരവമായി എടുക്കുമെന്ന് ഇനി കണ്ടറിയണം. കാരണം ഇന്ത്യക്കാരുടെ സാമ്പത്തികവും സാംസ്കാരികവുമായ ജീവിതത്തിൽ സ്വർണത്തിന് വലിയ സ്ഥാനമാണുള്ളത്. മിക്കവരും സമ്പാദ്യമായി സ്വർണം വാങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. കൂടാതെ വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും സ്വർണം വാങ്ങുന്നത് ശുഭകരമായ ഒരു കാര്യമായാണ് കാണുന്നത്. നിലവിൽ 6% സ്വർണം ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന തീരുവ. നിലവിലെ സാഹചര്യത്തിൽ വിദേശ നാണയ ശേഖരം സംരക്ഷിക്കാനായി കേന്ദ്രം സ്വർണം ഇറക്കുമതി തീരുവ കൂട്ടിയേക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പുകളുടെ ഓഹരി വിലയിൽ ഇടിവുണ്ടായി. ടൈറ്റൻ, കല്യാൺ ജ്വല്ലേഴ്സ്, രാജേഷ് എക്സ്പോർട്ട് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു. അതിർത്തിയിൽ ജീവൻ ബലികഴിപ്പിക്കുന്നത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്നതും രാജ്യസ്നേഹമാണെന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു മോദി പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതിനായി വിദേശയാത്രകളും വിദേശത്ത് നടത്തുന്ന വിവാഹങ്ങളും ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി മെട്രോ ട്രെയിനുകളും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കണമെന്നും ചരക്കു നീക്കത്തിനായി റെയിൽവേക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂട്ടണമെന്നും വർക്ക് ഫ്രം ഹോം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തെ പോലെ ഇന്ധനം ലാഭിക്കുന്നതിനായി കഴിയുന്നവരെല്ലാം വർക്ക് ഫ്രം ഹോമിലേക്ക് മാറണമെന്നായിരുന്നു അഭ്യർത്ഥന. ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതിന്റെ തെളിവായി പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനകളെ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടി. 12 വർഷത്തിനുള്ളിൽ രാജ്യത്തെ അദ്ദേഹം എത്തിച്ചിരിക്കുന്നത് ഇത്തരമൊരവസ്ഥയിലാണ്. എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എവിടെ പോകണം, എവിടെ പോകരുത് എന്ന് ജനങ്ങളോട് പറയേണ്ടി വരുന്നു. ഓരോ തവണയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു.